Hello my dear students, welcome to Learner's World. In this video, I talk about question paper analysis April 2021. പ്രീവിയസ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ എ ആയിരുന്നു. ഈ ഒരു പാർട്ടിൽ സെക്ഷൻ ബിയും സിയും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലെങ്തി ആയി പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്രീസിയേറ്റീവ് ഫിക്ഷൻ്റെ ഏപ്രിൽ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്ഷൻ എ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് സെക്ഷൻ ബിയും സെക്ഷൻ സിയും. ഇനി എന്താണ് സെക്ഷൻ ബിയിലുള്ളത് നോക്കാം. ആൻസർ അറ്റ് ലീസ്റ്റ് 5 questions. Each question carries 6 marks. All questions can be attended. Overall ceiling 30. അപ്പോൾ ഇതിൽ ഈ ഒരു സെക്ഷൻ ബിയിൽ പാരഗ്രാഫ് എസ്സേയാണ് എഴുതാനുള്ളത് 100 വേർഡ്സിൻ്റെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 5 questions അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്ന മാർക്ക് 6 മാർക്ക് വീതമാണ്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. സീലിംഗ് 30 ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്താലും ആ കുട്ടിക്ക് കിട്ടുന്നത് 30 മാർക്സിൻ്റെ ഉള്ളിലാണ് എന്നാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് ഇൻ ഫിക്ഷൻ. ഇത് നമ്മളുടെ മൊഡ്യൂൾ 1 അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടേംസ് അതിൽ പറയുന്നുണ്ട്. അതിലൊരു ടേമാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക്. അപ്പോൾ ഫിക്ഷനിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക്? ഇൻ ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നരേറ്റീവ് വി സീ ദ അൺബ്രോക്കൺ ഫ്ലോ ഓഫ് പെർസെപ്ഷൻസ്, മെമ്മറീസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദ മൈൻഡ്. അതായത് ഹ്യൂമൻ മൈൻഡിലൂടെ കടന്നു പോകുന്ന അൺബ്രോക്കൺ ആയിട്ടുള്ള, അതായത് നമ്മുടെ ചിന്തകളും അതുപോലെ ഐഡിയാസും അതുപോലെ മെമ്മറീസും ഒക്കെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. വർക്ക് ഓഫ് ഫിക്ഷൻ ദാറ്റ് അഡോപ്റ്റ് ദിസ് ടെക്നിക് അപ്പിയർ ഫ്രാഗ്മെൻറ്റഡ്. ഇനി നമ്മൾ ഫിക്ഷനിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് വർക്കിനെ നമുക്ക് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് കാണാൻ കഴിയും. അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള രീതിയിലല്ല, അതിങ്ങനെ ഫ്രാഗ്മെൻറ്റഡ്, അതായത് ചിന്നിച്ചിതറിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഉള്ള പോലെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഹ്യൂമൻ മൈൻഡ് ഡസ് നോട്ട് തിങ്ക് അബൌട്ട് വൺ തിങ് ഫോർ ലോങ്. അതായത് നമ്മൾ മനുഷ്യന്മാർ അതായത് ഒരു കാര്യം തന്നെ ഒരുപാട് സമയം ചിന്തിച്ചിരിക്കൂല എന്നാണ് പറയുന്നത്. തോട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഫ്ലോ ഇൻ ടു ദ മൈൻഡ്. അതായത് ഒരാളുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തോട്ട്സ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. We can understand this if we think of a bee in a garden full of flowers. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഗാർഡനിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബി ഉണ്ടല്ലോ, അതായത് തേനീച്ചനെ നമ്മളൊന്ന് തേനീച്ചനെ കുറിച്ചിട്ട് ചിന്തിച്ച് നോക്കാം. എന്തായിരിക്കും തേനീച്ച ചെയ്യുന്നത്? ദ ബീ സിറ്റ്സ് ഓൺ വൺ ഫ്ലവർ, സഡൻലി മൂവ്സ് ടു അനദർ, ദെൻ ടു അനദർ ആൻഡ് ദെൻ മേ ബി കംസ് ബാക്ക് ടു ദ ഫസ്റ്റ് വൺ. അപ്പോൾ എന്താണ് ഈ ബീ ചെയ്യുന്നത്? ഒരുപാട് ഫ്ലവേഴ്സ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരിടത്ത് മാത്രം ആ ഒരു ബീ നിൽക്കുമോ? ഇല്ല. ആദ്യം ഒരു ഫ്ലവറിൽ നിൽക്കും, കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവും, ലാസ്റ്റ് ആദ്യം ഇരുന്ന ഫ്ലവറിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മനസ്സിലാക്കാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇൻ ദ സെയിം വേ അവർ മൈൻഡ് ജംപ് ഫ്രം വൺ തിങ് ടു ദ അതർ വിത്തൗട്ട് എനി ലോജിക്കൽ സീക്വൻസ്. ഇതുപോലെ തന്നെയാണ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. ഈ ബി എങ്ങനെയാണ് ഫ്ലവറിനെ കൺസിഡർ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഹ്യൂമൻ മൈൻഡ് ഇതുപോലെയാണ്. അതായത് ഒരു കാര്യം തന്നെ ഒരുപാട് സമയം നമ്മൾ ചിന്തിച്ചിരിക്കുന്നില്ല. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട്സ് നമ്മളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. സം പീപ്പിൾ use interior dialogue and stream of consciousness interchangeably. Famous practitioners of the stream of consciousness technique are Dorothy Richardson, Virginia Woolf, James Joyce and William Faulkner. ഇനി ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കിൻ്റെ ഫേമസ് ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സാണ് ആരൊക്കെയാണ്? ഡൊറോത്തി റിച്ചാർഡ്സൺ, വിർജീനിയ വൂഫ്, ജെയിംസ് ജോയ്സ്, വില്യം ഫോക്നർ തുടങ്ങിയിട്ടുള്ളവർ.
The next question. റൈറ്റ് എ നോട്ട് ഓൺ നെല്ലിസ് ലെറ്റർ ടു എലൈൻ. ഇത് നമ്മളുടെ ഇതിൽ ചോദിച്ചിട്ടുള്ളത് എലൈനുള്ള നെല്ലിയുടെ എഴുത്ത്, അതിനെക്കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെല്ലീസ് ലെറ്റർ ടു എലൈൻ, അതായത് എലൈന് നെല്ലി എഴുതിയിട്ടുള്ള ആ ഒരു ലെറ്ററിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നെല്ലി ബിഗിൻസ് ദ ലെറ്റർ ടു മൈ ഡോട്ടർ എലൈൻ ആൻഡ് എൻഡ്സ് ഇറ്റ് വിത്ത് ഫ്രം യുവർ ലവിങ് മദർ. അപ്പം നെല്ലി ആ ഒരു ലെറ്റർ തുടങ്ങുന്നത്, ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? എലൈനാണ് എഴുതുന്നത്. അത് തുടങ്ങുന്നത് ടു മൈ ഡോട്ടർ എലൈൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്റർ തുടങ്ങുന്നത്. അതുപോലെ അത് എൻഡ് ചെയ്യുന്നത് ഫ്രം യുവർ ലവിങ് മദർ എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഷി വാണ്ട്സ് ടു ടെൽ ഹെർ ഡോട്ടർ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഡിസേർട്ട് ഹെർ. അപ്പോൾ നെല്ലിക്ക് എന്തൊക്കെ പറയാനുണ്ടായിരുന്നു? അതായത് നെല്ലിക്ക് പറയാനുണ്ടായിരുന്നത് അവളല്ല അവളുടെ മോളെ ഒറ്റക്കാക്കി പോയത് അവളല്ല എന്ന് അവൾക്ക് പറയാനുണ്ടായിരുന്നു. ഷി വാസ് ഓൺലി 17 വെൻ എലൈൻ വാസ് ബോൺ. എലൈൻ ബോൺ ചെയ്തപ്പോൾ അവൾക്ക് നെല്ലിക്ക് 17 വയസ്സ് മാത്രമായിരുന്നു. എലൈൻസ് ഫാദർ വാസ് എ വൈറ്റ് മാൻ ഹു ഹാഡ് നോ ലവ് ഫോർ ദ ബേബി ഓർ ഹെർ. എലൈൻ്റെ ഫാദർ ഒരു വൈറ്റ് മാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ നെല്ലിയെയോ അല്ലെങ്കിൽ നെല്ലിയുടെ മോളായിട്ടുള്ള എലൈനെയോ നല്ല രീതിയിലൊന്നും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷി വാണ്ടഡ് ടു പ്രൊട്ടക്ട് her so that she will have a better life than her. അതുകൊണ്ട് തന്നെ നെല്ലിക്ക് എൻ്റെ ലൈഫ് പോലെ ആവരുത് എൻ്റെ മകളുടെ ലൈഫ്, എലൈൻ്റെ ലൈഫ്, അവളെ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം നെല്ലിക്കുണ്ടായിരുന്നു. എലൈൻ വാസ് ടേക്കൺ അവേ ഫ്രം ഹർ വെൻ നെല്ലി വാസ് 20. അപ്പോൾ നെല്ലിക്ക് 20 ഒക്കെ ആയ സമയത്താണ് എലൈനെ അവളിൽ നിന്നും മാറ്റിയത്. ദ ലോ ഡിഡ് നോട്ട് അലോ ബ്ലാക്ക് മദേഴ്സ് ടു കീപ് ബേബീസ് ലൈക്ക് ഹെർ. അതായത് നിയമം അനുവദിക്കുന്നില്ല, അതായത് ബ്ലാക്ക് മദർ ആണെങ്കിൽ വൈറ്റ്, അതായത് വെളുത്ത കുട്ടിയെ നോക്കാൻ നിയമം അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വെൻ ഷി വാസ് 30 ഷി വാസ് ലുക്കിംഗ് ഹെർ ബട്ട് ഷി ഹാഡ് നോ ഐഡിയ വെർ ഷി ഹാഡ് ഗോൺ. അങ്ങനെ അവൾക്ക് നെല്ലിക്ക് 30 വയസ്സായപ്പോൾ അവൾ എലൈനെ തെരഞ്ഞു, പക്ഷെ അവളെ എവിടെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടിയില്ല. ദേ ഹാഡ് ചേഞ്ച് ഹെർ സർനെയിം. അപ്പോൾ അവർ നമ്മളുടെ എലൈൻ്റെ സർനെയിമൊക്കെ മാറ്റിയിട്ടുണ്ട്. ലേറ്റർ ഷീ കെയിം ടു നോ ദാറ്റ് എലൈൻ വാസ് അഡോപ്റ്റഡ് ബൈ എ വൈറ്റ് ഫാമിലി. അപ്പോൾ പിന്നീട് നമ്മളുടെ നെല്ലി മനസ്സിലാക്കുകയാണ് എലൈനെ ഒരു വൈറ്റ് ഫാമിലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സംടൈംസ് ഷീ ടുക്ക് ഔട്ട് ഹെർ ബേബി ഫോട്ടോ ആൻഡ് കിസ്ഡ് ഇറ്റ്. അപ്പോൾ അവൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അതായത് ചില സമയത്ത് എലൈൻ്റെ ബേബി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കിസ് ചെയ്യാറുണ്ടായിരുന്നു. ഷീ പ്രേഡ് ദാറ്റ് ഷീ വുഡ് നോ ഷീ ഹാഡ് എ മദർ ഹു ലവ്ഡ് ഹെർ. അതുപോലെ അവൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, എൻ്റെ മോള് എന്നെ തിരിച്ചറിയണം, അവൾക്ക് ഇങ്ങനെ ലൗഡായിട്ടുള്ള ഒരു അമ്മ അവളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ബൈ ദ ടൈം ഷീ ഫൗണ്ട് ഹെർ ഷീ ഹാഡ് എ ഫാമിലി ഓഫ് ഹെർ ഓൺ. ഒരു സമയത്ത് അവളെ എലൈനെ കണ്ട സമയത്ത് അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഷീ സെൻഡ് ലെറ്റേഴ്സ് ട്രൈങ് ടു റീച്ച് ഹെർ. ഷീ വാണ്ടഡ് ടു സീ ഹെർ ഡോട്ടർ ആൻഡ് ഹെർ ഗ്രാൻഡ് ചിൽഡ്രൻ. അപ്പോൾ അവൾ ലെറ്റേഴ്സൊക്കെ അയക്കാറുണ്ടായിരുന്നു. അവൾക്ക് എലൈനെയും എലൈൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ എലൈനെയും എലൈൻ്റെ മക്കളെയൊക്കെ കാണാനും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നെല്ലി എലൈനെ എഴുതിയിട്ടുള്ള ആ ലെറ്ററിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമൻറ്റ് ഓൺ ദ ട്വിസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ദ ക്യാക്ടസ്. അപ്പോൾ ക്യാക്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റോറിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിൻ്റെ എൻഡിലാണ് ആ ട്വിസ്റ്റ് വരുന്നത്. എന്താണത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഏതാനാണ് പറഞ്ഞിട്ടുള്ളത്. While courting, Tristan's girlfriend asked him if he knew Spanish, and he answered yes to impress her, even though he didn't know Spanish. അതായത് ഇതിലെ ഒരു ക്യാരക്ടറാണ് ട്രിസ്റ്റൈൽ. അപ്പോൾ ട്രിസ്റ്റൈലിൻ്റെ ഗേൾ ഫ്രണ്ട് അവർ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ട്രിസ്റ്റൈലിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സ്പാനിഷ് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ട്രിസ്റ്റൈൽ പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ടാണ് പറയുന്നത്? അത് ഗേൾ ഫ്രണ്ടിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളെ ട്രിസ്റ്റൈലിന് എന്തറിയില്ല, ഒരു സ്പാനിഷിലുള്ള ഒരു വേർഡ് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു ക്യാക്ടസിൻ്റെ ട്വിസ്റ്റ്, എൻഡിലുള്ള ട്വിസ്റ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. When he proposed to marry her, she did not give a word of
Spanish when he word of direct response, but on the following day she sent him a cactus in answer. അപ്പോൾ നമ്മളുടെ ട്രിസ്റ്റൈൽ ഒരു ദിവസം നമ്മളുടെ ട്രിസ്റ്റൈലിൻ്റെ ഗേൾ ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടി ഒരു റിപ്ലൈയും നൽകുന്നില്ല. പിറ്റേ ദിവസം ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാക്ടസ് ട്രിസ്റ്റൈലിന് കൊടുത്തയക്കുന്നുണ്ട്. ഈ ടുക്ക് ആസ് എ റെഫ്യൂസൽ ആൻഡ് ഷീ ഇവൻച്വലി മാരീഡ് സമ്മൺ എൽസ്. അപ്പോൾ അവന് വിചാരിച്ചത് എന്താണ്, ഇവൾ എന്നെ കാക്ടസ് തന്നിട്ട് എന്നെ എന്താണ് കളിയാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവന് വിചാരിച്ചത്. Later on, he found out that the name of the cactus in Spanish is Vendomarme and it means come and take me. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഇവന് മൈൻഡൊന്നും ചെയ്തില്ല. അപ്പോൾ ആ കുട്ടി വേറെ കല്യാണമൊക്കെ കഴിച്ചു പോയി. പിന്നീടാണ് അവന് മനസ്സിലായത് കാക്ടസിൽ എഴുതിയിരിക്കുന്നത് സ്പാനിഷ് വേർഡായിട്ടുള്ള വെൻഡോമാർമെ. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ കം ആൻഡ് ടേക്ക് മീ എന്നാണ്. അപ്പോൾ ആ കുട്ടി ആക്സെപ്റ്റ് ചെയ്തിട്ട്, ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഉള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത്. പക്ഷെ അവനെ സ്പാനിഷ് അറിയില്ല, അതുകൊണ്ട് തന്നെ അവനത് മിസ്സായിപ്പോയി എന്നാണ് പറയുന്നത്. ഷി ഹാഡ് ഗ്ലാഡ്ലി ആക്സെപ്റ്റഡ് ഹിസ് ഓഫർ ടു മാരി ഹെർ ആൻഡ് ഷി തോട്ട് ഹി വുഡ് ഗെറ്റ് ദ മെസ്സേജ് ക്ലിയർലി as he knew Spanish, but he didn't get it and he thought she was mocking him by sending him a cactus. അപ്പോൾ അവന് വിചാരിച്ചത് ആ കാക്ടസ് കൊടുത്തയച്ചപ്പോൾ അവനെ കളിയാക്കാനാണ് അവൾ കൊടുത്തയച്ചതെന്നാണ്. പക്ഷെ അതിൽ ഉള്ള ആ ഒരു സ്പാനിഷ് വേർഡിൽ എഴുതിയിരിക്കുന്നത് വെൻഡോമാർമെ കം ടേക്ക് മീ എന്നുള്ള, അവൾ ആ ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ട്വിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ തീം ഓഫ് ഓപ്പറേഷൻ ഓർ സബ്ജുഗേഷൻ ഇൻ ഈവിലിൻ. അപ്പോൾ ഈവിലിൻ എന്നുള്ള സ്റ്റോറിയിൽ അതിൻ്റെ ഒരു തീം ഓപ്പറേഷൻ ഓർ സബ്ജുഗേഷൻ, അടിച്ചമർത്തലൊരു പ്രമേയമായിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ സ്റ്റോറി ഈവിലിൻ, ജെയിംസ് ജോയ്സ് പ്രസൻറ്റ് ദ തീം ഓഫ് ഓപ്പറേഷൻ ഓർ സബ്ജുഗേഷൻ. അപ്പോൾ ജെയിംസ് ജോയ്സിൻ്റെ സ്റ്റോറി ആയിട്ടുള്ള ഈവിലിനിൽ നമുക്ക് ഓപ്പറേഷൻ ഓർ സബ്ജുഗേഷൻ എന്നുള്ള തീം കാണാൻ കഴിയും. വി സി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി ഇൻ ദ ഫാദർ ഓഫ് ഈവിലിൻ. നമുക്ക് കാണാൻ കഴിയും, അതായത് ഈവിലിൻ്റെ ഫാദർ ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓൾദോ ഷി വാസ് ഓവർ 19, ഷി സംടൈംസ് ഫെൽറ്റ് ഇൻ ഡേഞ്ചർ ഓഫ് എ ഫാദേഴ്സ് വയലൻസ്. അപ്പോൾ ഈവിലിന് 19 വയസ്സായിട്ടും അവൾക്ക് അച്ഛനെ പേടിയാണ്. അച്ഛൻ്റെ വയലൻസിൽ അവൾ ഭയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫാദർ വാസ് എ വയലൻറ്റ് മാൻ ഹു ട്രീറ്റഡ് ഹിസ് വൈഫ് ഈവ്ലിൻസ് മദർ ക്രൂവലി. ഈവ്ലിൻ്റെ അമ്മയും വളരെ ക്രൂവലായിട്ടാണ് ഫാദർ ട്രീറ്റ് ചെയ്തിരുന്നത്. ഫാദർ ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു ആളായിരുന്നു. മദേഴ്സ് ലൈഫ് വാസ് വൺ ഓഫ് സഫറിങ് ആൻഡ് സാക്രിഫൈസസ് ബിക്കോസ് ഓഫ് എർ ക്രൂവൽ ഫാദർ. അപ്പോൾ അമ്മയുടെ ജീവിതം അച്ഛനാകെ നശിപ്പിച്ചു. അച്ഛൻ്റെ ക്രൂവൽറ്റി കാരണം അമ്മ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Evelyn used to tremble. It was her fear of oppression that made Evelyn decide to go with Frank. To be honest, yes. But then she was worried if Frank also would turn to be oppressive like her father later. അപ്പോൾ നമ്മളുടെ ഈവലിൻ ചിന്തിക്കുകയാണ് എന്ത്, അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനൊരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അച്ഛനൊരു ക്രൂവലാണ്. അച്ഛന് അമ്മയെ ഒരുപാട് ഒപ്രസ് ചെയ്തിട്ടുണ്ട്, അടിച്ചമർത്തിയിട്ടുണ്ട്, എന്നെയും അടിച്ചമർത്തിയിട്ടുണ്ട്. ഞാൻ ഫ്രാങ്കാണ് നമ്മുടെ ഈവലിൻ്റെ ബോയ് ഫ്രണ്ട്. ഫ്രാങ്കുമായിട്ട് ഒരുമിച്ച് അവൻ്റെ കൂടെ പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പിന്നീട് അവൾ ചിന്തിക്കുന്നത് അച്ഛനെ പോലെ തന്നെ ആയിരിക്കാം ഫ്രാങ്കും, അച്ഛനെ പോലെ ക്രൂവലായി മാറുമോ എന്നുള്ള ഒരു സംശയം കൊണ്ട് അവൾ അതിൽ നിന്ന് പിന്മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഏക്കിൾസ് ചേഞ്ച് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി? എങ്ങനെയാണ് ഏക്കിൾസ് ചരിത്രത്തിൻ്റെ ഗതി മാറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യന്. ഇത് നമ്മളുടെ സൗണ്ട് ഓഫ് തണ്ടറിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. Eccles changed the course of history by trampling a butterfly that lived 60,000,255 years ago. Eccles boasted that he had 100 tiger, wild boar, buffalo and elephant. But when he saw Tyrannosaurus Rex, he was unnerved and he started trembling all over. Travis orders him to go back to the time machine, walking on the path, but his fear and confusion make him blunder into the forest. അപ്പോൾ എങ്ങനെയാണ് ഹിസ്റ്ററിയുടെ ഗതി തന്നെ മാറ്റുന്നത് എങ്ങനെയാണ്? അതായത് ഏക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബട്ടർഫ്ലൈയെ ചവിട്ടുന്നുണ്ട്. ആ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്
This butterfly would have mated and produced other butterflies and then will have multiplied into millions which could be eaten by other creatures. അതായത് ഈ ബട്ടർഫ്ലൈനെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കിൾസ് ചവിട്ടുന്നുണ്ട്, അങ്ങനെ ബട്ടർഫ്ലൈ ഇല്ലാതാകുന്നുണ്ട്. അതുമൂലം ഹിസ്റ്ററിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബട്ടർഫ്ലൈ എന്ത് ചെയ്യും, അതായത് മറ്റുള്ള ബട്ടർഫ്ലൈയുമായിട്ട് മെയ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടാകുന്നുണ്ട്, അതായത് മില്യൺസ് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ക്രിയേച്ചേഴ്സിനൊക്കെ തിന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബൈ കില്ലിങ് ദാറ്റ് ബട്ടർഫ്ലൈ എക്കിൾസ് ചേഞ്ച് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ ആ ഒരു ബട്ടർഫ്ലൈനെ ഇല്ലാതാക്കിയത്, അതായത് ചവിട്ടിക്കൊന്നത് മൂലം ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വൈ ഡിഡ് മോം സ്റ്റോപ്പ് ടോക്കിംഗ് ടു ജാക്ക്? എന്തുകൊണ്ടാണ് ജാക്കിനോടുള്ള സംസാരം അവൻ്റെ അമ്മ നിർത്തിയത് എന്നാണ് ക്വസ്റ്റ്യന്. One day Jack came from school and looked into the mirror. He did not look like his mom. Later he asked Dad if he had a chin face, even though he had never told him what happened in school. He seemed to understand. He said he didn't. When Mom talked in Chinese, Jack asked her to talk in English. എന്തുകൊണ്ടായിരിക്കാം അമ്മ ജാക്കിനോടുള്ള സംസാരം കുറച്ചത്? അതായത് ജാക്കിൻ്റെ അമ്മ സംസാരിക്കുന്നത് ചൈനീസ് ഭാഷയാണ്, പക്ഷേ ജാക്കിന് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണമെന്ന് ജാക്കിന് നിർബന്ധമായിരുന്നു. He told her that he needed American food. Mom tried to touch his forehead, but he brushed her hand away. Dad also asked her to speak in English as she is in America. അപ്പോൾ അമ്മയോട് എല്ലാവരും ഇംഗ്ലീഷിൽ സ്പീക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അമേരിക്കയിലായിരുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷിൽ സ്പീക്ക് ചെയ്യാൻ ജാക്കും അച്ഛനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അമ്മക്ക് അത് ഒരു വേർഡ് പോലും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. Jack wanted real toys too. Dad bought Jack a full set of Star Wars action figures. He packed the paper menagerie in a large shoebox and put it in the attic. If Mom spoke to him in Chinese, he refused to answer her. അപ്പോൾ അമ്മക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും ചൈനീസാണ് ജാക്കിനോട് സംസാരിക്കാൻ ശ്രമിക്കാറ്, പക്ഷേ അവൻ എന്ത് ചെയ്യും, അത് റെഫ്യൂസ് ചെയ്യലാണ്, അതിന് മറുപടി കൊടുക്കാറില്ല എന്നാണ് പറയുന്നത്. After a while, she tried to use more English, but her accent and broken sentences embarrassed Jack. പക്ഷെ അമ്മ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവളുടെ ആക്സെൻറ്റ് ലാംഗ്വേജൊക്കെ ഡിഫറെൻറ്റ്, അത് ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ അമ്മക്കതിന് കഴിയുന്നില്ല. ഈ ട്രൈ ടു കറക്റ്റ് ഹെർ. അപ്പോൾ നമ്മളുടെ ജാക്ക് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവൻച്വലി ഷീ സ്റ്റോപ്പ് സ്പീക്കിംഗ് ടുഗദർ ഇഫ് യു വർ അറൗണ്ട്. മോം ദെൻ ബിഗാൻ ടു മൈം തിങ്സ് ഇഫ് ഷീ നീഡഡ് ടു ലെറ്റ് ഹിം നോ സംതിങ്. പക്ഷെ അവൾക്കത് ഇംഗ്ലീഷ് അത്ര ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നീട് അവളൊന്നും സംസാരിക്കാതായി എന്നാണ് പറയുന്നത്. അവൾ എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് മിമിക് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ബോക്സർ മീറ്റ് ഹിസ് എൻഡ്? ഇത് നമ്മളുടെ ആനിമൽ ഫാം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് ബോക്സറിൻ്റെ അന്ത്യം? ബോക്സർ നല്ലൊരു ആത്മാർത്ഥതയുള്ള ഒരു പിഗ്ഗായിരുന്നു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പിഗ്ഗായിരുന്നു. പക്ഷേ ബോക്സറിനെ ലാസ്റ്റ് ഒരു അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അവനൊന്നുമല്ലാതെ അവനാകെ ബിട്രൈഡായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെയായിരുന്നു ബോക്സറിൻ്റെ അന്ത്യമെന്ന് പറയുന്നത്. Okay, next, comment on the diversity of the members on board of PECOD. ഇത് നമ്മളുടെ ആ ഒരു ഫിലിം റിവ്യൂ ആയിട്ടുള്ള മൊബിഡിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് മെമ്പേഴ്സ്, അതായത് ബോർഡ് ഓഫ് പെക്കോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കപ്പലിലെ മെമ്പേഴ്സിൻ്റെ ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ സെക്ഷൻ സി, ആൻസർ എനി 2 questions. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 10 marks. ഇത് ലോങ് എസ്സേ ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും 2 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് വീതമാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോകുന്നുണ്ട്. ഹൗ ഡസ് ഹെർ ലവർ ഡെപിക്ട് ദി സ്പിരിച്വൽ ആൻഡ് മോറൽ ഡെക്കെ ഇൻ സോഷ്യൽ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ്? അതായത് ഇത് ഹെർ ലവർ എന്നുള്ള അതിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്.
അതായത് സാമൂഹ്യ ജീവിതത്തിലും ബന്ധങ്ങളിലും വന്ന മൂല്യങ്ങളെ പറ്റി എങ്ങനെയാണ് ഹെർലവർ പരാമർശിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ദ ലിeutenant didn't feel at home after the homecoming. Explain. അതായത് വീട്ടിൽ തിരിച്ചു വരുന്നതിന് ശേഷം ലെഫ്റ്റനൻറ്റിന് വീട്ടിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ പ്രയാസമായിരുന്നു. അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെപ്പോളിയൻ ആൻഡ് സ്നോബോൾ. അപ്പോൾ നെപ്പോളിയനും സ്നോബോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഡിസ്കസ് മൊബിഡിക് ആസ് എ മോറൽ അലിഗറി. അപ്പോൾ മൊബിഡിക് ഒരു മോറൽ അലിഗറിയാണ് എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.